അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്തായിരിക്കും? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ ജുസ്ഇലൂടെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം തേടാൻ പോകുകയാണ്. അപ്പോ വിജയത്തിലേക്കും പ്രകാശത്തിലേക്കും പിന്നെ നമ്മളെല്ലാവരും ഒരുനാൾ അഭിമുഖീകരിക്കേണ്ട ആ വിചാരണയുടെ യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണിത്. വിജയം, പ്രകാശം, വിചാരണ, ഈ 3 വാക്കുകളാണ് ശരിക്കും 18ാം ജുസിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു യഥാർത്ഥ വിജയം അതെന്താണ്? ജീവിതത്തിലെ പലതരം പ്രതിസന്ധികളുടെ ഇരുട്ടിൽ നമുക്ക് വഴികാട്ടിയാവുന്ന ആ പ്രകാശം ഏതാണ്? പിന്നെ നമ്മൾ ഓരോരുത്തരും ഒരുനാൾ നേരിടേണ്ടി വരുന്ന ആ അവസാന വിചാരണയുടെ ഒരു ചിത്രം അതെങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വളരെ ശക്തമായ ഒരു പ്രഖ്യാപനത്തോടെയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇത് ഭാവിയിൽ എപ്പോഴോ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യമായാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് ആരാണ് ഈ വിജയിച്ചവർ എന്ന് അല്ലാഹു നമുക്ക് ഓരോന്നായി വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിജയത്തിലേക്കുള്ള താക്കോലുകൾ? ഒന്നാമതായിട്ട് നമസ്കാരത്തിലെ ഭയഭക്തി, അതായത് ഖുശൂ. ഇത് നമ്മൾ വെറുതെ കുനിയുകയും നിവരുകയും ചെയ്യുന്ന ഒരു എക്സസൈസ് അല്ല, മറിച്ച് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ ഹൃദയം കൊണ്ട് അവിടെ ഹാജരാവുന്ന ഒരവസ്ഥയാണ്. രണ്ടാമതായി അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഒരു കാര്യത്തിനായി ക്ഷണിക്കപ്പെട്ടാൽ അവരുടെ മറുപടി ഒന്നേയുള്ളൂ: സമയന വാത്താണ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. എന്താ, എന്തിനാ എന്ന ചോദ്യങ്ങളില്ലാത്ത ആ ഒരു പൂർണ്ണമായ സമർപ്പണമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിത്തറ. അപ്പോ ഈ വിജയം എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നമല്ല, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു ലക്ഷ്യം തന്നെയാണ്. അതിലേക്കുള്ള വഴി കാണിച്ചു തരാൻ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്, ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. അത് വെറും ഒരു പുസ്തകമല്ല, നമ്മുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് നടത്തുന്ന ഒരു ഡിവൈൻ ഗൈഡാണ്. ഖുർആനിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് അന്നൂറാണ്, അതായത് പ്രകാശം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളും ഫിലോസഫികളും ഒക്കെ നമ്മളെ പലപ്പോഴും കൺഫ്യൂഷനിലാക്കും, അല്ലേ? പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. അത് സത്യമേതാണ് അസത്യമേതാണ് എന്ന് കൃത്യമായി വേർതിരിച്ചു കാണിച്ചു തരുന്ന ഒരു ദൈവീക വെളിച്ചമാണ്. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ വഴി ശരിക്കും ക്ലിയർ ആവുന്നത്. രണ്ടാമതായിട്ട് ഖുർആൻ അൽ ഫുർഖാനാണ്, അതായത് വേർതിരിക്കുന്ന ഒരു മാനദണ്ഡം. ശരിയും തെറ്റും, വിജയവും പരാജയവും, വെളിച്ചവും ഇരുട്ടും, ഇതൊക്കെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു അളവുകോലാണ് ഖുർആൻ. നമ്മുടെ ഡെയിലി ലൈഫില് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഈ ഫുർഖാൻ നമുക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ തരും. ഇതുപയോഗിച്ച് ജീവിതത്തെ നോക്കി കാണുന്ന ഒരാൾക്ക് ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. മൂന്നാമതായി ഖുർആൻ അഷ്ഷിഫ ആണ്, രോഗശാന്തി. ഇത് നമ്മുടെ ഹൃദയങ്ങളെ ബാധിക്കുന്ന സംശയങ്ങൾ, അസൂയ, കാപട്യം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ശമനമാണ്. അതുപോലെ ശാരീരികമായ അസുഖങ്ങൾക്കും. എന്നാൽ ഇത് രോഗം വന്നതിനു ശേഷമുള്ളൊരു മരുന്ന് മാത്രമല്ല, അതിലുമുപരി ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം കൂടിയാണ്. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ആപത്തുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കും. ശരി, ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഒരുപക്ഷെ ഏറ്റവും ഗൗരവമേറിയൊരു ഭാഗത്തേക്ക് കടക്കാം. വിചാരണ നാളിൽ നടക്കുന്ന, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിടിക്കുന്ന ഒരു സംഭാഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു ആ രംഗം ഖുർആനിലൂടെ നമ്മുടെ കൺമുന്നിൽ വരച്ചു കാണിച്ചു തരികയാണ്. ശിക്ഷിക്കപ്പെട്ട ആളുകൾ അവരങ്ങനെ അല്ലാഹുവിനോട് യാചിക്കുകയാണ്. അവരുടെ ശബ്ദത്തിൽ നിരാശയും ഖേദവുമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തു കടത്തണമേ, ഞങ്ങളെ ദുനിയാവിലേക്ക് ഒന്നുകൂടി തിരിച്ചയക്കണമേ, ഞങ്ങൾ നല്ല മനുഷ്യരായി ജീവിച്ചോളാം. അപ്പോഴുണ്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്റെ ആയത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? എല്ലാം നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായിരുന്നില്ലേ? എന്നിട്ടും നിങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞില്ലേ? എല്ലാ വാദങ്ങളും അവിടെ തീരുകയാണ്. അപ്പോൾ വരുന്നു ആ അവസാനത്തെ കൽപ്പന: മിണ്ടിപ്പോകരുത്, നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ആ ഒരൊറ്റ വാചകത്തോടെ എല്ലാ പ്രതീക്ഷകളും അവിടെ അവസാനിക്കുകയാണ്. പിന്നെ കൂടുതൽ അപേക്ഷകൾക്കോ യാചനകൾക്കോ അവിടെ ഒരു സ്ഥാനവുമില്ല. ഇവിടെ
വളരെ പവർഫുള്ളായ ഒരു താരതമ്യം അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ചുകയാണ്. ദുനിയാവിൽ വെച്ച് നിങ്ങൾ എന്റെ സത്യവിശ്വാസികളായ അടിമകളെ പരിഹസിച്ചു, ചിരിച്ചു, അവരുടെ വിശ്വാസത്തെ, അവരുടെ നമസ്കാരത്തെ, അവരുടെ ജീവിതരീതിയെയൊക്കെ നിങ്ങൾ പുച്ഛിച്ചു. എന്നാൽ ഇന്ന് ആഖിറത്തിൽ നിങ്ങൾ ഈ ശിക്ഷയിൽ കിടക്കുമ്പോൾ അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നവരായിരിക്കും. ഇതൊരു പ്രതികാരമല്ല, മറിച്ച് അല്ലാഹുവിന്റെ സമ്പൂർണമായ നീതി നടപ്പിലാവുന്ന നിമിഷമാണ്. എന്നിട്ട് അവരോട് ചോദിക്കപ്പെടും, നിങ്ങൾ ഭൂമിയിൽ എത്ര കാലം താമസിച്ചു? അവരുടെ മറുപടി കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലുമോ? ഒന്നാലോചിച്ചു നോക്കൂ. എന്നെന്നും ഇവിടെ ജീവിക്കുമെന്ന് കരുതി അതിനുവേണ്ടി എല്ലാം മറന്ന് നടന്ന ദുനിയാവിലെ ജീവിതം ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലെ തീർന്നുപോയി എന്നവർ തിരിച്ചറിയുന്ന ആ നിമിഷം. വിചാരണയുടെ ഈ ഭയപ്പെടുത്തുന്ന ചിത്രത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് പ്രതീക്ഷയുടെയും ശക്തിയുടെയും ഒരു ലോകത്തേക്കാണ്. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അല്ലാഹു എത്രയോ ഉന്നതനായിരിക്കുന്നു. അൽ മലിക്, അൽ ഹഖ്, യഥാർത്ഥ രാജാവും പരമമായ സത്യവും അല്ലാഹുവാണ്. അതിന്റെ അർത്ഥമെന്താണ്? എല്ലാത്തിന്റെയും കൺട്രോൾ അവന്റെ കയ്യിലാണ്. നമ്മളൊരു ലക്ഷ്യവുമില്ലാതെ വെറുതെ തമാശയ്ക്ക് സൃഷ്ടിച്ചതൊന്നുമല്ല. നമ്മുടെ കയ്യിൽ വഴികാട്ടിയായി അൽ ഹക്കുണ്ട്, അതായത് സത്യഗ്രന്ഥമായ ഖുർആൻ. ആ സത്യത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കർഹമായ ആ വിജയത്തിലേക്ക് അവൻ നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അതാണ് ആ രാജാവിന്റെ വാഗ്ദാനം. ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ അതിമനോഹരമായൊരു പ്രാർത്ഥന നമുക്ക് സമ്മാനിച്ചിട്ടാണ്. റബ്ബിഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ. എന്റെ റബ്ബേ, എനിക്ക് പൊരുത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ, നീയാണല്ലോ കാരുണികരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. നമ്മുടെ എല്ലാ ബലഹീനതകളും ഏറ്റുപറഞ്ഞ് അല്ലാഹുവിന്റെ കാരുണ്യത്തിനായി യാചിക്കുന്ന ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഇതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോ അവസാനം നമുക്ക് നമ്മളോട് തന്നെ ഈയൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ സമയം തീരും മുൻപ് ആ വിചാരണാ നാളിൽ ഖേദിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമുക്ക് കിട്ടിയ ഈ കുറഞ്ഞ സമയത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? നമുക്ക് കിട്ടുന്ന ഓരോ ശ്വാസവും അല്ലാഹുവിന്റെ കാരുണ്യം നേടാൻ വേണ്ടി നമുക്കെങ്ങനെ ഉപയോഗിക്കാം? ഈയൊരു ചിന്തയോടെ ഇന്നത്തെ ഈ ഖുർആൻ പഠനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.